ആ അങ്ങ് നീങ്ങിയിരിക്കടാ. നീ എന്നത്ര താമസിച്ചേ? ഞാൻ എന്റെ കൊച്ചിനെ കാണാൻ പോയതാ. മെൽവിൻ നീ അങ്ങോട്ട് നോക്ക്, 1.5 മണിക്കൂറായിട്ട് അവിടെ ഫോൺ വിളിച്ചോണ്ടിരിക്കുക. അത് ഗേൾഫ്രണ്ട് ഒന്നും ഇല്ലാത്ത നിനക്ക് മനസ്സിലാവുകയല്ല. ഓ, നമ്മള് പെണ്ണില്ലാത്തവർ. ആ എടാ, നീ എപ്പോഴാ വന്ന്? ഞാനിപ്പോ വന്നോളടാ. കഴിഞ്ഞോ നിന്റെ പദ്യപാരായണം? ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, കാരണം നിനക്ക് പെണ്ണില്ലല്ലോ. നീയൊക്കെ എന്നെ പെണ്ണില്ലാത്തവൻ ലൈനില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോ എന്റെ മനസ്സ് വിങ്ങുക. ഞാനിന്ന് അവരൊരു പെണ്ണോടൊന്നും മിണ്ടിയിട്ടില്ല, ഒന്നും സ്പർശിച്ചിട്ടില്ല. ഇങ്ങനെ കന്യകനായിട്ട് തീരാനായിരിക്കും എന്റെ വീതി. എടാ മെൽവിനെ, ഇങ്ങോട്ട് വന്ന്. എന്നാടാ എന്നെ എടാ, നിന്റെ വിഷമം ഞങ്ങൾ ഇത് മാറ്റും. നിനക്കൊന്ന് സംസാരിക്കണം തുടരണം, അത്രയല്ലേ ഉള്ളൂ. നീ വൈകുന്നേരം 4 മണിയാകുമ്പോൾ ക്ലബിന്റെ പുറകിലത്തെ റൂമിലോട്ട് വാ. എടാ ആണ്ട്രാ നിൽക്കുന്ന ആള്, നീ സംസാരിക്കുക തൊടുവോ എന്നാന്ന് വെച്ചാ ചെയ്യും. ഞാനിങ്ങനെ പെണ്ണുങ്ങളെ തൊട്ടിട്ടോ സംസാരിച്ചിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാ. എന്റെ പൊന്നിങ്ങോട്ടൊന്ന് തിരിഞ്ഞേ. ഹായ് ബ്യൂട്ടി, നിനക്ക് എന്താന്ന് വെച്ചാ സംസാരിച്ചോ? അയ്യേ, നീ എന്നെ ഈ വേഷത്തില്? എന്നതാ പ്രശ്നം? നല്ലതാണല്ലോ. അളിയ, ജീവിതത്തിൽ നിനക്കൊരു പെണ്ണ് സെറ്റ് ആവുമായിരുന്നു ഉറപ്പാ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കടുങ്കൈ ഞങ്ങൾ ചെയ്തത്. ഇവനോട് എന്തോ കാല് പിടിച്ചിട്ട് സമ്മതിച്ചു പറയോ? ഇതുപോലെ ഒരു ഐറ്റം നിനക്ക് ജീവിതം കിട്ടുക.